ഇതിൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ള നമുക്ക് നോക്കാം. ചെറിയൊരു കഷ്ണം അയച്ചാൽ 30 ഗ്രാം 25-30 ഗ്രാം വരുന്നൊരു കഷ്ണം മാത്രമേ ഇതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വേണ്ടിയില്ലേ, അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കീടശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബുവേറിയൻ്റെ കൂടെ അതേപോലെ വെർട്ടിസിലിയത്തിൻ്റെ കൂടെ സൂഡോമോണസിൻ്റെ കൂടെ ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെടികളെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശർക്കര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ തണുപ്പ് കാലമാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്തായിരിക്കും നമ്മളെ ചെടികളിലൊക്കെ കീടശല്യം കൂടുതലാവുക. കാരണം എന്താ വെച്ചാൽ പകൽ സമയത്ത് നല്ല രീതിയിൽ വെയിലും അതേപോലെ രാത്രി ആവുന്ന ടൈമിൽ നല്ല രീതിയിൽ തണുപ്പുമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്താണ് കീടശല്യം കൂടുതലായിട്ട് വരിക. ഇങ്ങനെ നമ്മൾ ചെടിയിൽ കീടശല്യങ്ങൾ കൂടുന്ന ഒരു സമയത്താണ് നമ്മൾ ജൈവ കുമിൾനാശിനികളായിട്ടുള്ള ബുവേറിയ, വെർട്ടിസീലിയം, സൂഡോമോണസ് ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ശർക്കര ലായനി ആഡ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ശർക്കര ലായനി ഇങ്ങനെ ആഡ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഇഞ്ചി കൃഷിൻ്റെ ചെറിയൊരു വിളവെടുപ്പും കൂടി ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ കുമിൾനാശിനികളൊക്കെ നമ്മൾ എടുക്കലെങ്ങനെ, 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇപ്പോൾ പൗഡർ ആണെങ്കിൽ 20 ഗ്രാം, ലിക്വിഡ് ആണെങ്കിൽ 5 ml അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ 1 ലിറ്ററിലേക്ക് എടുക്കുന്ന ടൈമിൽ അതിൻ്റെ കൂടെ ഒരു 10 ഗ്രാം ശർക്കര നമ്മൾ ആദ്യം ഒന്ന് ലയിപ്പിച്ച് വെക്കാം. എന്നുവെച്ചാൽ നമ്മളിത് എടുക്കുന്ന 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഒരു 10 ഗ്രാം ശർക്കര പൊടിച്ചിട്ട് അതിലിട്ട് ഒന്ന് നല്ല ലയിപ്പിച്ച് വെക്കുക. അതിലേക്ക് നമ്മൾ ഏതാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ സൂഡോമോണസോ ബുവേറിയ വെർട്ടിസിലിയിൽ ഏതാണെങ്കിലും അത് പൗഡർ ആണെങ്കിൽ 20 ഗ്രാം എടുക്കുക, ലിക്വിഡ് ആണെങ്കിൽ 5 ml ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് വൈകുന്നേരങ്ങളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒപ്പരം മിക്സ് ചെയ്തിട്ട് ഒരു കാരണവശാലും നമ്മൾ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്താലുള്ള ഒന്നാമത്തെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇത് നമ്മൾ സാധാ ഇപ്പോൾ ബുവേറിയ മാത്രം നമ്മൾ സ്പ്രേ ചെയ്യുന്നതിനെക്കാട്ടും നമ്മൾ ശർക്കര ലൈനെ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ കാര്യക്ഷമതയോട് കൂടി പ്രവർത്തിക്കാൻ വേണ്ടി ഇതിന് സാധിക്കും. രണ്ടാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ബുവേറിയ, വെർട്ടിസിലിയ, സൂഡോമോണസ് ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നാളെ ആവുന്ന ടൈമിൽ അത് സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് അതിലേക്ക് തട്ടുന്ന ടൈമിൽ ആ ബാക്ടീരിയ തന്നെ ചത്തുപോവുകയാണ് ചെയ്യുക. പക്ഷേ ഇതിൽ ഇപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത ഇലകളുടെ മേൽഭാഗത്ത് മാത്രമല്ല, ഇലകളുടെ അടിഭാഗത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ഇലകളുടെ അടിഭാഗത്താണ് കീടശല്യം കൂടുതലായിട്ട് വരിക. അപ്പോൾ ഇത് അടിയിൽ പറ്റി പിടിച്ച് കിടക്കും. ഈ ശർക്കര ലായനിൻ്റെ കോട്ടിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും ഈ ബാക്ടീരിയ ഉള്ളത്. അപ്പോൾ സൂര്യപ്രകാശം തട്ടുന്ന ടൈമിൽ ഡയറക്റ്റായിട്ട് ഈ ബാക്ടീരിയൻ്റെ മേലേക്ക് തട്ടാതിരിക്കും, ഈ ബാക്ടീരിയ നശിക്കാതിരിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ ഇന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു കുറച്ച് കാലം കൂടി അത് ചെടികളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശർക്കര ലായനി ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഈ തണുപ്പ് കാലത്താണ് ഈ ചെടികളിൽ പല മുറിവുകളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ഇലകളിലൊക്കെ പല രീതിയിലുള്ള മുറിവുകൾ കാണാൻ പറ്റും. അത് വെച്ചാൽ ഈ മഞ്ഞുതുള്ളി വീണിട്ട് തണുപ്പ് കൂടുതലാവുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ വെള്ളങ്ങൾ ഇറങ്ങിയിട്ട് നമ്മൾ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ നമുക്ക് ചെടിയിൽ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ശർക്കര ലായനി ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ മുറിവുകൾ വരാതെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താ വെച്ചാൽ ശർക്കര ഒരു ചൂടാണ്. അപ്പോൾ ചെടികൾക്ക് ആ ഒരു സമയത്ത് വേണ്ട ചൂട്, ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ഈ ശർക്കര ലായനി ആഡ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലൂടെയാണ് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ മുറിവുകളൊക്കെ വരാതെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്ത പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശർക്കരയിലുള്ള ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് സൂക്ഷ്മ ജീവാണുക്കൾ ശർക്കരയിൽ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തേതായിട്ട് നമ്മളെ ചെടികൾ പൂക്കാനും കഴിക്കാനും ആവശ്യമായിട്ടുള്ള ഫോസ്ഫറസ്, പൊട്ടാസ്യം അത്യാവശ്യ രീതിയിൽ നമ്മളെ ശർക്കരയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത പ്രധാനമായിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ ചെടികളിൽ പോഷകക്കുറവ് വരുന്ന ടൈമിലാണ് നമ്മളെ ചെടികളിൽ രോഗങ്ങൾ കൂടുതലായിട്ട് കാണാം. അപ്പോൾ ഈ പോഷകക്കുറവ് എന്ന് പറയുമ്പോൾ നമ്മളെ സെക്കൻഡറി എലമെന്റ്സ് ആയിട്ടുള്ള, അതായത് ഉപമൂലകങ്ങളായിട്ടുള്ള കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, ഇതിൻ്റെ കുറവ് മൂലമാണ് നമ്മളെ ചെടികളിൽ രോഗങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ശർക്കരയിൽ ഈ കാൽസ്യം, മഗ്നീഷ്യം അതേപോലെ സൾഫറും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടികൾക്ക് കിട്ടേണ്ട ചെറിയ തോതിലുള്ള കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കിട്ടും. അപ്പോൾ രോഗങ്ങൾ വരുന്നത് നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളെ മൈക്രോ ന്യൂട്രിയൻസ് അയച്ച സൂക്ഷ്മ മൂലകങ്ങളായിട്ടുള്ള അയൺ, സിങ്ക്, മാഗ്നീസ്, കോപ്പർ, ഇത് 4 ഇതിൽ അടങ്ങിയിട്ട് ശർക്കരയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഇത് ചെടികൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മളെ ശർക്കര എന്ന് പറഞ്ഞാൽ ഒരു ടോണിക് ആയിട്ടാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അയച്ചാൽ നമ്മളിപ്പോൾ കീടശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബുവേറിയൻ്റെ കൂടെ
അതേപോലെ വെർട്ടിസിലിയത്തിൻ്റെ കൂടെ സൂഡോമോണസിൻ്റെ കൂടെ ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെടികളെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശർക്കര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിപ്പോൾ കീടനാശിനിയിലൊക്കെ ആണ് വെച്ചാൽ ബുവേറിയ വെർട്ടിസിലിയം സൂഡോമോണസിലൊക്കെ ആണ് നമ്മൾ ആഡ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങളിലാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഇതിപ്പോൾ ശർക്കരയിൽ എത്ര ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ശർക്കര അമിതമായിട്ടും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട. ഇപ്പോൾ 1 ലിറ്ററിലേക്കാണെന്നുണ്ടെങ്കിൽ 10 ഗ്രാം മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ. പിന്നെ പലരും ചോദിക്കുന്നതാണ്, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലരും ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെടികളിൽ ഉറുമ്പ് ശല്യം കൂടുതലായിട്ട് വരുമെന്നുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മളെ ചെടിയിൽ ഉറുമ്പ് ശല്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മീലിമൂട്ടൻ്റെ ആക്രമണം, വെള്ളീച്ചൻ്റെ ആക്രമണം, ഇങ്ങനെയൊക്കെ ആക്രമണം വരുന്ന ടൈമിൽ അതിൻ്റെ ആ വെള്ള പൂപ്പൽ പോലത്തെ ഇതുണ്ടല്ലോ, അത് തിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ചെടിയിലേക്ക് ഉറുമ്പുകൾ വരുന്നത്. അല്ലാതെ നമ്മൾ ശർക്കര ലായനി സ്പ്രേ ചെയ്ത് കൊടുത്താൽ വരുന്നതല്ല കേട്ടോ. അപ്പോൾ ഈ ഉറുമ്പുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെടിയിലുള്ള കീടശല്യമാണ് നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റേണ്ടത്. ആ വെള്ള പൂപ്പൽ പോലെ നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം കൈകൊണ്ടൊക്കെ എടുത്ത് മാറ്റുക. പിന്നെ അതിന് ശേഷം ഇതുപോലെ ബുവേറിയ വെർട്ടിസിലിയോ അങ്ങനെയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക, പിന്നീട് അത് വരാതിരിക്കുക. അപ്പം അങ്ങനെ നമുക്ക് ഉറുമ്പ് ശല്യം നമ്മളെ ചെടികളിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മളെ വയനാടൻ ഇഞ്ചി വിത്ത് ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് നട്ടിട്ടുള്ളത്. ഇപ്പോൾ മേലെ ടെറസിൻ്റെ മേലെ ഞാനൊരു 4 ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത് കേട്ടോ. ബാക്കി ഞാൻ താഴത്താണ് നട്ടിട്ടുള്ളത്. ഇപ്പോൾ താഴത്ത് നട്ടത് ആയിട്ടില്ല, കാരണം ഇലകൾ ഇപ്പോഴും പച്ചപ്പിൽ തന്നെയാണ്. അപ്പോൾ അത് വിളവെടുക്കാനായിട്ടില്ല. അപ്പോൾ മേലെ നട്ടത് അത്യാവശ്യം വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വിളവെടുത്ത് നോക്കാം, എത്രത്തോളം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ തൂറ്റി പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഇഞ്ചി നമ്മൾ നടാൻ പറ്റിയ നല്ലൊരു മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസമാണ് കേട്ടോ. ഏപ്രിൽ മാസത്തിൽ ഇഞ്ചി നട്ടാൽ 9-10 മാസമായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വിളവെടുക്കാം. അപ്പോൾ വിളവെടുക്കാനുള്ളൊരു ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് വാടിക്കെടുക്കും. ആ ഒരു ടൈമിൽ നമുക്ക് വിളവെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ ചാക്കിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇഞ്ചി നടേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ചെറിയൊരു കഷ്ണം അയച്ചാൽ 30 ഗ്രാം 25-30 ഗ്രാം വരുന്നൊരു കഷ്ണം മാത്രമേ ഇതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വേണ്ടിയില്ലേ, അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു കഷ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലും കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതിൽ മണ്ണൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ കരിയില ഇട്ട് കൊടുത്തിട്ട് കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു ഗ്രോ ബാഗിൽ നിന്ന് ഇത്രക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചെറിയൊരു ഗ്രോ ബാഗിലാണ് ഞാൻ നട്ടത്. വെറും ഒരു 30 ഗ്രാമിൻ്റെ അടുത്ത് മാത്രമേ കഷ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഗ്രോ ബാഗിൽ എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് സിമ്പിളാട്ടോ, വീട്ടിൽ സ്ഥല സൗകര്യം ഇല്ലാത്തവർക്കും എല്ലാവർക്കും വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇഞ്ചി വിത്ത് മുളപ്പിക്കാൻ, ഇപ്പം മുളയ്ക്കാത്ത ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് മുളപ്പിക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ നമുക്ക് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ മുളപ്പിച്ചിട്ട് നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ഒരു വർഷത്തിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി നമുക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിലും അത്യാവശ്യം വലുത് തന്നെയാണ് കിട്ടിയതെന്ന് തോന്നുന്നത്. അത്യാവശ്യം വലിയൊരു കഷ്ണം ഇതിന് കിട്ടിയിട്ടുണ്ട്. വേറെ ഉണ്ടോ നോക്കട്ടെ. ഇതൊക്കെ കണ്ടം പൊടിയായിട്ട് അതാ അവിടെ ഉണ്ട്. ഈ ഗ്രോ ബാഗിൽ അത്ര ഉള്ളു തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഗ്രോ ബാഗിൽ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇതന്നെ ഒരു വലിയൊരു കഷ്ണമാണ്, നിങ്ങൾക്ക് കാണുന്നില്ലേ. അപ്പോൾ ഇതൊന്ന് വലുതും ഒരു ചെറിയ 2-3 കഷ്ണങ്ങളുമാണ് ഈ ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം ഇതിലെത്ര ഉണ്ട്. ഞാൻ ആകെ മേലെ ആദ്യം 4 ഗ്രോ ബാഗ്, ഞാൻ ഈ വയനാട് ഇഞ്ചി വിത്ത് 1 കിലോന് ഞാൻ വാങ്ങി. 1 കിലോനല്ല, 1/2 കിലോനാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. 1/2 കിലോ അവർ ഓൺലൈനായിട്ട് കൊറിയറായിട്ട് എനിക്ക് അയച്ചതാണ്. അപ്പോൾ 1/2 കിലോനാണ് ഞാനിപ്പോൾ ഈ 4 ഗ്രോ ബാഗിലും. അതേപോലെ താഴ്ത്തി ഞാൻ കുറച്ച് നട്ടിട്ടുണ്ട്. അത് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അതിപ്പം വിളവെടുക്കാനായിട്ടില്ല. അടുത്ത മാസത്തേക്കൊക്കെ ആകുമ്പോൾ അത് കറക്റ്റായിരിക്കും വിളവെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ല, ഇതിന്ന് ചെറിയ 2 കഷ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതിന് കൂടുതലായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഈ ഗ്രോ ബാഗ് എങ്ങനെ കീറണമെന്നൊന്നുമില്ല കേട്ടോ. ഈ ഗ്രോ ബാഗ് നമുക്ക് തന്നെ
എടുത്ത് വെച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ ഗ്രോ ബാഗ് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി പലരും ചോദിക്കുന്നതാണ് ഈ മണ്ണ് തന്നെ നമുക്ക് അടുത്ത ഇഞ്ചിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യൊക്കെ ചെയ്യട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണ് നല്ല രീതിയിൽ വെയിൽ കൊള്ളിക്കുക. ഒരു 10-20 ദിവസം നമ്മൾ കറക്റ്റ് വെയിൽ കിട്ടുന്ന സമയത്ത് വെയിൽ കൊള്ളിച്ചതിന് ശേഷം പിന്നീട് കുമ്മായിട്ടൊക്കെ നല്ല ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും അത് ഗ്രോ ബാഗിൽ നിറച്ചിട്ട് നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കരിയിലും നല്ല രീതിയിൽ കരിയിലെ കമ്പോസ്റ്റോ കരിയിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് വിളവ് കിട്ടുക. ചിലത് തൂറ്റിപ്പോവും, ചിലത് കറക്റ്റാവും. ഇതിപ്പോൾ കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ഒരു ഗ്രോ ബാഗിന് ഈ വലിയൊരു കഷ്ണം കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര വിളവ് എനിക്ക് ഈ 4 ഗ്രോ ബാഗിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഈ 4 ഗ്രോ ബാഗിലേക്ക് ഒരു 200-250 ഗ്രാമേ ഉണ്ടാവുള്ളൂ. കാരണം 1 കിലോ വാങ്ങിയാൽ പൈതിയിൽ കൂടുതലും ഞാൻ താഴത്താണ് നട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ എത്ര വിളവ് കിട്ടിയ നല്ല വിളവ് തന്നെയാണ്. കാരണം ചില ഗ്രോ ബാഗൊക്കെ തൂറ്റിപ്പോയിട്ടുണ്ട്. അത് ചില നിങ്ങൾ കണ്ടില്ലേ, ഒരു ഗ്രോ ബാഗിലൊക്കെ ചെറുങ്ങനെ മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാലും ഇതിപ്പോൾ ഞാൻ വിളവെടുക്കാൻ വേണ്ടി ലേശമൊന്ന് വൈകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം മുള പൊട്ടി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇനി വിത്തായിട്ട് ഞാൻ മാറ്റി നടാൻ പോകുക. ഇത് കണ്ടില്ലേ, ചിലതിലൊക്കെ നല്ല രീതിയിൽ തന്നെ മുള പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2-3 കഷ്ണം എടുത്തിട്ട് നമുക്ക് വിത്തായിട്ട് ഗ്രോ ബാഗിൽ നട്ടാൽ വീണ്ടും അടുത്ത വർഷം ഇതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. താങ്ക്